ഇന്ന് 22/12/2025 നിഫ്റ്റി 50 ക്ലോസ് ചെയ്ത വാല്യൂ 26,172 ആയിരുന്നു. നിഫ്റ്റിയുടെ ഹൈ വാല്യൂ 26,180 ആയിരുന്നു. സപ്പോർട്ട് ലെവൽസ് 26,073, 25,996, 25,919 എന്നിവയാണ്. റെസിസ്റ്റൻസ് ലെവൽസ് 26,182, 26,320, 26,325 എന്നിവയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയ സപ്പോർട്ട് നിലവാരങ്ങൾക്കു മാറ്റങ്ങൾ വന്നിട്ടില്ല. എന്നാൽ റെസിസ്റ്റൻസ് നിലവാരങ്ങൾ 2 മാത്രമാണുള്ളത്. ഇത് ബ്രേക്ക് ചെയ്യും എന്ന് വിശ്വസിക്കാം. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡേഴ്സ് കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ട ദിവസമായിരിക്കും നാളെ ചൊവ്വാഴ്ച. ഇന്ന് നമ്മൾ സെറോധ സഹസ്ഥാപകൻ നിഖിൽ കാമത്തിന്റെയും പ്രമുഖ ഇൻവെസ്റ്റർ റേ ഡാലിയോയും വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സെറോധ സഹസ്ഥാപകൻ നിഖിൽ കാമത്തിന്റെ സമീപകാല പോഡ്കാസ്റ്റിൽ നിക്ഷേപകനായ റേ ഡാലിയോ പറയുന്നത് അടുത്ത ദശകത്തിൽ ഏറ്റവും ശക്തമായ വളർച്ചാ നിരക്കും പുരോഗതിയും കൈവരിക്കാനുള്ള എല്ലാ വ്യാവസായിക രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇന്ത്യയിലുണ്ടെന്നാണ്. ഇന്ത്യയുടെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചു അഭിപ്രായപ്പെട്ട ഡാലിയോ, വ്യാവസായിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ, വികസനം എന്നിവയുടെ കാര്യത്തിൽ അത് ഒരു അത്ഭുതകരമായ പാതയിലാണ് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞു. ഘടനാപരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനയുടെ ഡെങ് സിയാവോപിങ്ങും തമ്മിൽ സമാനതകൾ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത 10 വർഷത്തേക്ക് രാജ്യങ്ങളുടെ വളർച്ചാ നിരക്കുകൾ പ്രവചിക്കുന്നതിനുള്ള ഘടകങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടെന്നും ഇന്ത്യ ഏറ്റവും മികച്ച റാങ്കിലാണെന്നും ഡാലിയോ കൂട്ടിച്ചേർത്തു. ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കിനുള്ള ഏറ്റവും ശക്തമായ അടിസ്ഥാന കാര്യങ്ങൾ ഇന്ത്യയിലായിരിക്കാനാണ് സാധ്യത. ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ശുഭാപ്തി വിശ്വാസം അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിലും കുറഞ്ഞ ദേശീയ കടത്തിലും വലിയ കഴിവുള്ള ജനസംഖ്യയിലും ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്നാണ്. ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിൽ നിന്ന്, അതായത് ഗതാഗതം, ക്രെഡിറ്റ് സംവിധാനങ്ങൾ, ട്രാൻസാക്ഷൻ കപ്പാസിറ്റി എന്നിവയിലുടനീളം ഇന്ത്യ ശക്തമായ ഒരു വളർച്ചാ നിരക്ക് സൃഷ്ടിക്കുന്നതായും കാമത്തിന്റെ പോഡ്കാസ്റ്റിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ ഡാലിയോ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യ. 2025 -2026 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ 8.2% വാർഷിക വളർച്ച രേഖപ്പെടുത്തി. വളർച്ചാ സാധ്യതയും ആഗോള ശക്തികളുമായുള്ള മത്സരവും ഉള്ളതിനാൽ ഡാലിയോയ്ക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നിട്ടും ഡാലിയോ ഒരു പ്രധാന മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ത്യയുടെ നിലവിലെ സാമ്പത്തിക, ഭൗമരാഷ്ട്രീയ ശക്തി ഇപ്പോഴും അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിലാണ്. എങ്കിലും വികസനം മുന്നിലുണ്ട്. പലതരത്തിൽ. ഏകദേശം 30 വർഷം മുമ്പ് ചൈന എവിടെയായിരുന്നുവോ അതേ അവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യ എന്ന് ഡാലിയോ പറഞ്ഞു. അതിനാൽ ഇന്ത്യയുടെ വളർച്ചാ സാധ്യത വളരെ വലുതാണെങ്കിലും അതിന്റെ നിലവിലെ ശക്തി മറ്റ് 2 രാജ്യങ്ങളുടെ യുഎസിന്റെയും ചൈനയുടെയും നിലവാരത്തിൽ ഇതുവരെ എത്തിയിട്ടില്ലെന്ന് ഡാലിയോ പറഞ്ഞു. ആഗോള വ്യാപാര ആധിപത്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ യുഎസിനെയോ ചൈനയോ ഉടനടി എതിർക്കില്ലെങ്കിലും ആഗോള സ്വാധീനം ക്രമാനുഗതമായി വർദ്ധിപ്പിക്കാൻ അത് നല്ല നിലയിലാണെന്ന് ഡാലിയോ പറയുന്നു. സാങ്കേതിക മത്സരം ഏറ്റവും പ്രധാനപ്പെട്ട മത്സരമാണെന്നു ഡാലിയോ പറയുന്നു. ഏറ്റവും ഫലപ്രദവും ശക്തവും സമ്പന്നവുമാകാൻ മത്സരിക്കുന്ന രാജ്യങ്ങൾ ഉള്ളതിനാൽ സാങ്കേതികവിദ്യ ആ മത്സരത്തിന്റെ കേന്ദ്രബിന്ദുവായിരിക്കുമെന്ന് ഡാലിയോ അഭിപ്രായപ്പെട്ടു. മൂലധനം, വ്യാപാരം എന്നിവയ്ക്കും മറ്റും ബാധകമായ പരസ്പരാശ്രിതത്വം കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൽഫലമായി എല്ലാവരും സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുകയും പരസ്പരാശ്രിതത്വം കുറയ്ക്കുകയും ചെയ്യുന്നു. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ.